ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും വിവാഹമൊക്കെ കഴിച്ചു. അപ്പം ഇവരുടെ ഈ ഒരു കല്യാണത്തിനൊക്കെ സാക്ഷിയായിട്ട് ഒപ്പിട്ടത് നമ്മുടെ രേവതിയാണ്. അങ്ങനെ വീട്ടിൽ മുഴുവനും വലിയ ബഹളമൊക്കെ നടന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ രവിയും അതുപോലെ തന്നെ സച്ചിയൊക്കെ കുഴഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ തൻ്റെ മകൻ പോയ ദുഃഖത്തിൽ നമ്മുടെ ചന്ദ്രമതി പട്ടിണി കിടക്കാനും തുടങ്ങി. അപ്പം അമ്മ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി രേവതിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതിയും സുധിയും ഒക്കെ സംസാരിക്കുകയാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല സങ്കടമൊക്കെ ആയി. സച്ചിയും അതുപോലെ തന്നെ രേവതിയും കാരണമാണ് ഈ വീട്ടിൽ സകല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ ചന്ദ്രമതിയുടെ സംസാരം കൂടെ ആവുമ്പോഴത്തേക്കിനും രേവതിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ ആ ഒരു തീരുമാനം എടുക്കുകയാണ്. നേരെ നമ്മുടെ വർഷയും ശ്രീകാന്തും താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് വർഷയെ കണ്ട് സംസാരിക്കുക. അപ്പോൾ വർഷയോട് പറഞ്ഞു, വർഷേ നിങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരണം. ആ വീട്ടിൽ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് താമസിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പം വർഷ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ അങ്ങ് വരില്ല ചേച്ചി. ഞങ്ങൾ ആ വീട്ടിൽ വന്ന സമയത്ത് ചേച്ചിയുടെ കെട്ടിയോൻ എന്ത് മോശമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ചേച്ചിയാണ് ഞങ്ങൾക്ക് സാക്ഷിയായിട്ട് ഒപ്പിട്ടതെന്നും ചേച്ചിയാണ് ഇതിനൊക്കെ കൂട്ടുനിന്ന് കുടുംബം നശിപ്പിച്ചതും എന്നുമൊക്കെ ചേച്ചിയുടെ കെട്ടിയോൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചല്ലോ. ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് അവിടെ നിൽക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാനും എൻ്റെ ശ്രീകാന്തും കൂടെ ഇവിടെ താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം രേവതി ആണെങ്കിൽ, മോളെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അച്ഛന് ഒരുപാട് വിഷമമുണ്ട്. അച്ഛനെ നിന്റെ അച്ഛൻ മൂലം ജയിലിലാകുകയൊക്കെ ചെയ്തല്ലോ. ആ ഒരു വിഷമത്തിലാണ് സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതുകൊണ്ട് ഏട്ടത്തി പറയുന്ന കാര്യങ്ങൾ മോള് കേൾക്കണമെന്നൊക്കെ പറഞ്ഞു. രേവതിയുടെ ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പം വർഷയാണെങ്കിൽ, ഏട്ടത്തി എനിക്ക് എന്തായാലും ശ്രീകാന്തുമായിട്ട് അതും നിങ്ങളുടെ ആ ഒരു വീട്ടിൽ വന്ന് താമസിക്കാനൊന്നും തീരെയും താല്പര്യമില്ല. ഏട്ടത്തിക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം രേവതി പറഞ്ഞു, മോളെ ചേച്ചി പറയുന്നത് മോളുടെയും ശ്രീകാന്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ അങ്ങോട്ടേക്ക് വർഷയ്ക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിരുന്ന ആ പയ്യൻ അവിടെ എത്തുകയാണ്. അപ്പം അച്ഛനും അമ്മയും കൂടെ ഇവളുടെ നിശ്ചയമൊക്കെ നടത്തിയതാണല്ലോ. ആ ചെറുക്കനാണെങ്കിൽ കട്ടക്കലിപ്പിലുമാണ്. അവൻ വർഷയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവളെ തീർക്കണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അവളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ സമയമാണെങ്കിൽ രേവതി പറഞ്ഞു, ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മോളുടെ അടുത്ത് ചേച്ചി സംസാരിച്ചു. ഇനി എല്ലാം എൻ്റെ വർഷയുടെ തീരുമാനം പോലെ തന്നെ വരട്ടെ. ശ്രീകാന്തിനും വിഷമമൊക്കെ ഉണ്ട്. അവൻ്റെ മാനസികാവസ്ഥ കൂടി നീ മനസ്സിലാക്കണം. അതുമല്ല, അമ്മ ഇപ്പോൾ വീട്ടിൽ പട്ടിണി കിടക്കുകയാണ്. നിങ്ങൾ ആ വീട്ടിൽ തിരികെ വന്നെങ്കിൽ മാത്രമേ അമ്മ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല. ഞാൻ ശ്രീകാന്തിനോട് സംസാരിച്ചിട്ട് എന്താണ് തീരുമാനമെന്ന് വെച്ചാൽ പറയാമെന്നും പറഞ്ഞ് വർഷ അവളെ യാത്രയാക്കുകയാണ്. അങ്ങനെ ഇവൾ പോയ ആ ഒരു സമയത്താണ് നമ്മുടെ വർഷയെ കല്യാണം കഴിക്കാനിരുന്ന ആ ചെറുക്കനങ്ങ് വരുന്നത്. വർഷയാണെങ്കിലോ, നീ എന്തിനാ ഇപ്പം ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പം, ഞാൻ വരേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ വന്നു. അല്ല, നീ എന്നെ പറ്റിച്ചിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ച് ഇവിടെ സുഖിച്ച് ജീവിക്കുവാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ ഇവർ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് മുട്ടം വഴക്കിൽ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിലോ അവൻ പറഞ്ഞു, നിന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. നീ അന്ന് കണ്ടതാണല്ലോ എൻ്റെ തനിക്കോണം. നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ ഞാൻ ആരാണെന്ന്. നിനക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ് വർഷയുടെ മുന്നിലേക്ക് ഒരു ബോട്ടിൽ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ വർഷയാണെങ്കിൽ ഇവൻ എന്താ ഈ കാണിക്കാൻ പോകുന്നത് എന്നൊന്നും മനസ്സിലാകാതെ അവിടെ അങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. അവൻ്റെ കയ്യിൽ കരുതിയിരുന്നത് ആസിഡാണ്. ആ ആസിഡ് എടുത്ത് നമ്മുടെ വർഷയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ തുടങ്ങുന്ന സമയം അവൻ്റെ കൈ തട്ടി മാറ്റി രേവതി അവിടെ പ്രത്യക്ഷപ്പെടുക. അപ്പം രേവതി അവളെ രക്ഷിക്കുന്ന ആ ഒരു സമയം നാട്ടുകാരും ഒക്കെ ഇടപെട്ടു. ഈ ചെറുക്കൻ പട്ടാപ്പകല് ഒരു പെങ്കൊച്ചിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചല്ലോ. അതിൽ ദേഷ്യം വന്നിട്ട് ആൾക്കാരൊക്കെ കൂടി അവനെ കൈകാര്യം ചെയ്യാണ്. അങ്ങനെ നമ്മുടെ വർഷയെ ആശ്വസിപ്പിച്ചുകൊണ്ട് രേവതി ആണെങ്കിലോ വർഷയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് വർഷയാണെങ്കിൽ ആ ഒരു ഷോക്കിൽ നിന്ന് റിലീസ് ആയതേ ഇല്ല. അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം മോളെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ
ദേ നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടവും ഉണ്ടാവില്ല. ഏട്ടത്തി പറയുന്നത് മോള് മനസ്സിലാക്കണം. എപ്പോഴും ഇതുപോലെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ മോളുടെ അടുത്തുണ്ടാവും. മോളെ, നിനക്കിപ്പോൾ ഞാൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? മുഖമൊക്കെ പൊള്ളി ആകെ മൊത്തത്തിൽ വികൃതമായി പോകുമായിരുന്നു. അതുകൊണ്ട് ചേട്ടത്തി പറയുന്നത് മോള് കേൾക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ശ്രീകാന്ത് അങ്ങ് വരികയാണ്. ശ്രീകാന്ത് കാണുന്ന കാഴ്ച ഇവനെ എല്ലാവരും കൂടെ എടുത്തിട്ട് പെരുക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന്. ശ്രീ വന്നിട്ട് നമ്മുടെ വർഷയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം വർഷയാണെങ്കിൽ ശരിക്കും പറഞ്ഞ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്രീ, ഇവിടെ നടന്ന സംഭവം ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നിനക്ക് എന്നെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അപ്പം ഏട്ടത്തി എപ്പോഴാണ് വന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുക. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നതാണ്. അമ്മയാണെങ്കിൽ അവിടെ പട്ടിണിയാണ് ശ്രീ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരണമെന്നൊക്കെ പറഞ്ഞ് രേവതി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ശ്രീ ആണെങ്കിൽ ഏട്ടത്തി ഞാൻ അതൊന്ന് ആലോചിക്കട്ടെ, ഞാനിപ്പോൾ വർഷയെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വർഷയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. വർഷയാണെങ്കിൽ ആ ഒരു വെപ്രാളത്തിൽ അത് മുഴുവനും കുടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു തീരുമാനം അവരായിട്ട് തന്നെ എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രേവതി അതിനും ഒരു കാരണക്കാരിയാകുകയാണ്. തിരികെ ആ ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ വർഷ വരുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ദാ ഈ വിശേഷങ്ങളുമായിട്ട് ഇതേ സമയം നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെ കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക്